ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, യേശു നമ്മെ തേടുന്ന ദൈവം എന്ന ചിന്താധാരയെ മുൻനിർത്തിയാണ് ഇന്നത്തെ പ്രഭാഷണത്തിന് ഞാൻ ആരംഭം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ചിന്താസരണിയിലേക്ക് തുറക്കുന്ന വേദഭാഗ പശ്ചാത്തലമാണ് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18 വരെയുള്ള വേദവാക്യങ്ങൾ. ഈ വേദഭാഗം നമുക്കേവർക്കും സുപരിചിതവും അത്ഭുതാവഹവുമായ വചനഭാഗമാണ്. നാം പലവരു വായിച്ച് കടന്നുപോയതും പല വേദികളിൽ നിന്നും പല പ്രഭാഷകരിൽ നിന്നും പഠിച്ചതും കേട്ടതുമായ തിരുമൊഴികളാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നുകൂടി പരിശോധിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും നമ്മെ പരിപക്വതയിലേക്ക് ആനയിക്കുവാൻ സഹായകരമാണ്. യേശു നമ്മെ തേടുന്ന ദൈവം എന്ന ശീർഷകത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന താക്കോൽ വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്: അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഓർക്കുവാനും പങ്കുവയ്ക്കുവാനും വളരെ ലളിതവും ഒട്ടേറെ പ്രതീക്ഷകൾ നൽകുന്നതും പ്രത്യാശ നൽകുന്നതും പോസിറ്റീവ് എനർജി നൽകുന്നതുമായ ഒരു കുഞ്ഞു വാക്യമായിട്ടാണ് അതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു. യേശു എല്ലാവരെയും കാണുന്നവനും ആവശ്യത്തിലിരിക്കുന്നവനെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്നവനും നമ്മെ അന്വേഷിക്കുന്നവനും നമ്മെ നിരന്തരം തേടുന്നവനുമായ നമ്മുടെ ദൈവമാണ് നസ്രായനായ ഈശോ എന്നതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പോസിറ്റീവ് എനർജി. യെരുശലേമിലെ ആട്ടുവാതിക്കൽ ബേഥസ്ത കുളക്കടവിൽ വെച്ചായിരുന്നു ഈ ആകസ്മിക ദർശനം. പക്ഷവാതത്താൽ ബുദ്ധിമുട്ടുന്നതായ ഒരു രോഗിയെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ബേഥസ്ത കുളക്കടവിൽ ചില പ്രത്യേകതകളുള്ള അത്ഭുതമുള്ള സിദ്ധിയുള്ള ഒരു കുളമായിട്ടാണ് വേദപുസ്തകം ഇതിനെ ചിത്രീകരിക്കുന്നത്. ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ടത്രേ. ഈ 5 മണ്ഡപങ്ങളിലും തീരാ രോഗികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ആ കണക്ക് ശേഖരണം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ മണ്ഡപത്തെ ആശ്രയിച്ച് കഴിയുന്നവർ പല വിധത്തിലുള്ള രോഗികളായിരുന്നു. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ എന്നിങ്ങനെ വലിയൊരു പറ്റം കൂട്ടം ആളുകൾ സൗഖ്യമെന്ന മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാത്തു കിടക്കുന്നവരായിരുന്നു. ഈ മണ്ഡപത്തിൽ തമ്പടിച്ച് കിടക്കുന്നവർ എല്ലാവർക്കും ഒരേ ലക്ഷ്യം: സുഖം പ്രാപിക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഏക ഉദ്ദേശവും ലക്ഷ്യവും. വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ എത്ര വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നുള്ളതാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും. ഇവിടെ ശുപാർശകൾക്കോ കൈക്കൂലിക്കോ മറ്റു താല്പര്യങ്ങൾക്കോ മുൻഗണനകൾക്കോ പിൻഗണനകൾക്കോ ക്യൂ സമ്പ്രദായത്തിനോ ഒരു പരിഗണയും ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. ഏക പരിഗണന എന്ന് പറയുന്നത് ആദ്യം കുളത്തിലിറങ്ങുന്നവൻ ആരാണോ അവന് സൗഖ്യം എന്നതാണ് ഈ ബേഥസ്ത കുളത്തിൻ്റെ ഒരേ ഒരു നിബന്ധന. ബേഥസ്ത കുളം കലങ്ങുന്നതിനെക്കുറിച്ച്
ആർക്കും ഒരു നിശ്ചയവും ഒരു മുന്നറിയിപ്പും ഇല്ല. ഏത് ദിവസം, ഏത് സമയം, എപ്പോൾ, എങ്ങനെയെന്ന് ഒന്നും ആർക്കും അറിയായ കൊണ്ട് എല്ലാവരും ഒരു മത്സരാർത്ഥികളെ പോലെ ബദ്ധശ്രദ്ധരായി നോക്കി കാത്തിരിക്കുകയാണ്. പലർക്കും സഹായികളുണ്ട്, മറ്റു പലരും നിസ്സഹായരായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ കഥാനായകനായ രോഗി പക്ഷപാതത്താൽ തളർന്ന് അവശനായ രോഗിയാണ്. അവന് കൂട്ടുകാരോ ബന്ധുക്കളോ സഹായികളോ സ്വയം സന്നദ്ധ സേവാ സംഘകരോ ഇല്ലാത്ത ആശ്രയമറ്റവനാണ്. അവൻ ആണ്ടുകളായി കുളക്കരയിൽ കിടക്കുന്ന ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണ്. അവൻ സ്വയം നിരങ്ങി നീങ്ങി എത്തുന്നതിനു മുൻപേ അനേകർ കുളത്തിൽ ചാടും. അവരിൽ ഒരുവൻ സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടി പോകുന്നത് 38 ആണ്ടുകളോളം രോഗിയായി കിടന്ന ഈ മനുഷ്യൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എങ്കിലും അവൻ്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വന്നിട്ടില്ലായിരുന്നു. അവൻ ആശയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ അവിടെ തന്നെ കാത്തുകിടക്കുകയാണ്. അങ്ങനെ നിരാശ്രയനായി കിടക്കുമ്പോഴാണ് നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ദിവ്യ സന്ദർശനം അവിടെ നടക്കുന്നത്. യേശുവിന് ഈ രോഗിയുമായി ഒരു തരത്തിലും ഒരു ബന്ധമോ പരിചയമോ ഉണ്ടായിരുന്നില്ല. എങ്കിലും യേശു അവനെ അറിഞ്ഞു, അവനെ കണ്ടു എന്നതാണ് ഈ വേദഭാഗം നൽകുന്ന ദർശനവും പ്രസക്തിയും. യേശുവിനേക്കാൾ 7-8 വയസ്സ് പ്രായം കൂടുതലുള്ളവനാണ് നമ്മുടെ കിടക്കുന്നതായ ഈ രോഗി. യേശുവിന് 30 വയസ്സുള്ളപ്പോൾ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു എന്നാണ് വേദവിജ്ഞാനികളുടെ നിഗമനം. യേശുവിൻ്റെ 2ാം വാർഷിക പരസ്യ ശുശ്രൂഷ വേളയിലാണ് ഈ രംഗം അരങ്ങേറുന്നത് എന്നാണ് ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായം. എങ്ങനെ ഗണിച്ചാലും യേശുവിനേക്കാൾ ഏറെ പ്രായമുള്ളവനായിരുന്നു, പരാശ്രയം അർഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുവനായിരുന്നു ഈ രോഗിയായ മനുഷ്യനെന്ന് യേശു വേർതിരിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു. ഇങ്ങനെ വീണ് കിടക്കുന്നവനെ കണ്ടെത്തി സഹായമർഹിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ബേഥസ്ത സൗഖ്യദായക കുളമാണെന്നുണ്ടെങ്കിലും ആ കുളത്തിന് ഒട്ടേറെ പരിധികളും ഉണ്ടായിരുന്നു. എന്നും എപ്പോഴും എല്ലാ സമയത്തും എല്ലാവർക്കും സൗഖ്യം നൽകുവാൻ ആ കുളത്തിന് കഴിയുമായിരുന്നില്ല. വെള്ളം കലങ്ങുമ്പോൾ മാത്രം ആദ്യമിറങ്ങുന്ന ഒരാൾക്ക് സൗഖ്യം. ഒരാൾ ഒഴികെ എല്ലാവരും തൽസ്ഥിതിയിൽ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് വരുന്നു. ലെവലേശം മാറ്റം അവരിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. ഇതാണ് ബേഥസ്ത കുളത്തിൻ്റെ പരിധിയും. എന്നാൽ പരിമിതികളില്ലാത്ത ജീവിക്കുന്ന ജീവനുള്ള കുളമായ ബേഥസ്തയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. അഭയം പ്രാപിക്കുന്ന ഏവർക്കും, വിശ്വാസത്താൽ അടുത്തു വരുന്ന എല്ലാവർക്കും സ്ഥല, കാല, ദേശ ഭേദമന്യേ, വർഗ, വർണ്ണ, ലിംഗ ഭേദം കൂടാതെ സൗഖ്യം പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്നും ആ ദൈവമാണ് അവനെ തേടിയെത്തി ആശ്ലേഷിക്കുന്നത്. ആ കർത്താവാണ് 38 ആണ്ടുകളോളം ദീനം പിടിച്ചു കിടന്ന മനുഷ്യനെ തേടി കണ്ടെത്തിയത്. യേശു അവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്നെ കാണുന്ന ദൈവം, നിന്നെ അറിയുന്ന ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്നെ വിടിവിക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം നിന്നെ നിരന്തരം അന്വേഷിക്കുന്നവനാണ്. ആരെല്ലാം കൈവിട്ടാലും
ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയാലും ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എന്നെയും നിന്നെയും പരിരക്ഷിക്കുന്ന ദൈവമാണെന്ന പ്രത്യാശയിൽ ഇനിയും ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.